ഇക്ക കാപ്പി ഉണ്ടാക്കട്ടാ? ഇക്ക കാപ്പി ഉണ്ടാക്കണ്ടേ? എന്തൊരു കാപ്പി ഉണ്ടാക്കാൻ പറയ്. പുട്ട്, ചപ്പാത്തി, പിന്നെ വേറെ പൂരി, കിഴങ്ങറി, പൂരിയും കിഴങ്ങറി. ഓക്കെ ഓക്കെ ഓക്കെ. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ഫുഡൊന്നും എനിക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ കേട്ടോ. ഒന്നും വെക്കാൻ അറിഞ്ഞൂടാ. അതൊക്കെ ഇപ്പോൾ വിചാരിക്കുമ്പോൾ എനിക്ക് ചിരി വരണം. ഇന്ന് ഞാൻ എന്ത് വേണമെന്ന് ആലോചിച്ച് പറക്കി ഇക്കാട്ട ചോദിച്ചുണ്ടാക്കുന്ന വിചാരിക്കുമ്പോൾ ശരി, ചെറിയൊരു പ്രൗഢൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു വഴി ഇരിക്കട്ട്. നമുക്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂരിയും നല്ലൊരു കിഴങ്ങറി ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ പൂരിക്കുള്ള മാവൊക്കെ ഞാൻ കുഴച്ച് വെച്ച്, പിന്നെ പൂരി നല്ല ക്രിസ്പി ആൻഡ് സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് ഒന്ന് കുഴച്ച് വെക്കുക കേട്ടോ. പിന്നെ അത് കുക്കറിലേക്ക് ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് മിക്സ് ചെയ്ത് ഒരു 4-5 വിസിൽ നമുക്ക് വേവിച്ചെടുക്കണം. പിന്നെ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കാൻ വേണ്ടി അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കടുകും കുറച്ച് ഉഴുന്നും ഇട്ട് ഒന്ന് കളർ ചേഞ്ച് ആകുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച് ആ ഒരു മിക്സും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ഒരു ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് കിട്ടാൻ വേണ്ടി ഇതിലേക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഒരു കിഴങ്ങ് കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി വേറൊന്നുമല്ല, 1 ടേബിൾ സ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എങ്കിൽ കറി അടിപൊളിയായിരിക്കും കേട്ടോ. പൂരി തീരുന്ന വഴി അറിയൂല കറി ഇങ്ങനെ വെച്ചാൽ. പിന്നെ ഇതാ നമ്മുടെ പൂരിയും കൂടി ഉണ്ടാക്കിയ അടിപൊളിയായിട്ടുള്ള ഡിന്നർ കോംബോ റെഡിയായിട്ടാ. അപ്പോൾ പണ്ട് ഒന്നും അറിഞ്ഞാത്ത എനിക്ക് ഇതൊക്കെ എങ്ങനെ കഴിയുന്നു എന്നായിരിക്കും കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയത്. ഇതിൽ ഭയങ്കര പ്രിപ്പറേഷൻസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ഇല്ല കേട്ടാ. നമ്മൾ കുറച്ച് സ്നേഹത്തോടെ ഈ ഒരു കുക്കിങ്ങിനെ നോക്കിയാൽ മാത്രം മതി. നമുക്കും സിമ്പിളായിട്ട് ഇതുപോലത്തെ റെസിപ്പീസൊക്കെ ഉണ്ടാക്കാം. നമ്മൾ എന്തിനേയും കുറച്ച് സ്നേഹിക്കണം കേട്ടോ. സ്നേഹിച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും സഹായിച്ചെടുക്കാൻ പറ്റും. നമുക്കിഷ്ടമുള്ള ആൾക്കാർക്ക് നമ്മുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ എൻ്റെ ഇക്കാക്ക് ഇതാ എല്ലാം റെഡിയാക്കി സെർവ് ചെയ്യുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.